ഹലോ, ഞാൻ ഡോക്ടർ ശ്രുതി, കാറ്ററാക്ട് ആൻഡ് മെഡിക്കൽ റെറ്റിന സ്പെഷ്യലിസ്റ്റ് ഐ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ കാലിക്കറ്റ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഡയബറ്റിക് റെറ്റിനോപ്പത്തിനെ കുറിച്ചും അതിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ചുമാണ്. ഡയബറ്റിക് റെറ്റിനോപ്പത്തിയെ നമുക്ക് മൂന്നായിട്ട് തിരിക്കാൻ പറ്റും. നോൺ പ്രോളിഫറേറ്റീവ് ഡയബറ്റിക് റെറ്റിനോപ്പത്തി, പ്രോളിഫറേറ്റീവ് ഡയബറ്റിക് റെറ്റിനോപ്പത്തി, പിന്നെ ഡയബറ്റിക് മാക്യുലോപ്പത്തി. ഈ നോൺ പ്രോളിഫറേറ്റീവ് ഡയബറ്റിക് റെറ്റിനോപ്പത്തി തന്നെ നമുക്ക് മൈൽഡ്, മോഡറേറ്റ്, സിവിയർ, വെരി സിവിയർ എന്നൊക്കെ ഉണ്ട്. അത് ഓരോന്നായി പ്രോഗ്രസ് ചെയ്തിട്ടാണ് വെരി സിവിയർ വരെ എത്തുന്നത്. അത് കഴിഞ്ഞിട്ട് ഇതിലൊന്നും തന്നെ നമുക്ക് ലക്ഷണങ്ങൾ കാണുന്നതല്ല. പേഷ്യൻറ്റിന് ഒരു കാഴ്ചക്കുറവോ ഒരു സിംറ്റംസോ ഫീൽ ചെയ്യുന്നതല്ല. നെക്സ്റ്റ് ആണ് പ്രോളിഫറേറ്റീവ് ഡയബറ്റിക് റെറ്റിനോപ്പത്തി. പ്രോളിഫറേറ്റീവ് ഡയബറ്റിക് റെറ്റിനോപ്പത്തിനകത്ത് നമുക്ക് കണ്ണിലേക്കുള്ള ഓക്സിജന്റെ അളവ് കുറയുകയും അതുമൂലം നമുക്ക് ചെറിയ രക്തക്കുഴലുകൾ, പുതിയ രക്തക്കുഴലുകൾ വരികയും ചെയ്യും. അത് പൊട്ടി കണ്ണിനകത്ത് രക്തസ്രാവ് വരികയാണ് ചെയ്യുന്നത്. അതുകൂടാതെ ഞരമ്പ് വിട്ടുവരിക, കണ്ണിൻ്റെ പ്രഷർ കൂടുക എന്നിവയൊക്കെ ഉണ്ടാവുന്നതാണ്. ഇതിൽ നമുക്ക് രോഗിക്ക് പെട്ടെന്നുള്ള കാഴ്ചക്കുറവ്, ബ്ലീഡിങ് കാരണം പെട്ടെന്നുള്ള കാഴ്ചക്കുറവ്, ആയിരക്കണക്കിന് കുത്തുകൾ കാണുക, ചുവപ്പ് നിറത്തിലുള്ള വട്ടങ്ങൾ കാണുക, കറുപ്പ് നിറത്തിലുള്ള വട്ടം കാണുക, അങ്ങനെയൊക്കെയാണ് അനുഭവപ്പെടുന്നത്. അല്ലെങ്കിൽ ഞരമ്പ് വിട്ടുപോയതിനാൽ കാഴ്ച പറ്റ കുറയുക. ഇതൊക്കെയാണ് ഈ പ്രോളിഫറേറ്റീവ് ഡയബറ്റിക് റെറ്റിനോപ്പത്തിയുടെ ലക്ഷണങ്ങൾ. പിന്നെ ഡയബറ്റിക് മാക്യുലോപ്പത്തി. ഡയബറ്റിക് മാക്യുലോപ്പത്തി എന്ന് പറഞ്ഞാൽ കണ്ണിൻ്റെ ഞരമ്പിൻ്റെ നടുഭാഗത്ത് നീര് വരുന്നതിനാണ് ഡയബറ്റിക് മാക്യുലോപ്പത്തി എന്ന് പറയുന്നത്. അത് കാരണത്താൽ നമുക്ക് ദൂരക്കാഴ്ചയും പിന്നെ അടുത്ത് വായിക്കാനും എഴുതാനുള്ള കാഴ്ചയും കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്.